നമസ്കാരം. ജീവിതത്തിൽ പഠിച്ച ചെറിയ പാഠങ്ങൾ എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇവ പുസ്തകങ്ങളിൽ നിന്നോ ഗവേഷണങ്ങളിൽ നിന്നോ എടുത്ത സിദ്ധാന്തങ്ങളല്ല, ജീവിതം എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങളാണ്. ജീവിതത്തിനൊരു പ്രത്യേക പഠനക്രമമുണ്ട്. ആദ്യം പരീക്ഷ നടത്തും, പാഠം പഠിപ്പിക്കുന്നത് അതിനുശേഷമാണ്. എൻ്റെ പാഠങ്ങൾ വീണ്ടും വായിച്ചെടുക്കുന്നതാണ് ഈ ചിന്തകൾ. ഇന്നത്തെ ചെറിയ പാഠം ഇതാണ്: നല്ല മനസ്സുള്ള പലർക്കും ഒരു ചെക്ക് എഴുതുക എളുപ്പമാണ്, എന്നാൽ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടെ നിൽക്കുക അത്ര എളുപ്പമല്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്, പണം നൽകുന്നത് നല്ല കാര്യമാണ്, അത്യാവശ്യവുമാണ്. ദുരന്ത സമയങ്ങളിൽ ദുരിതാശ്വാസ സംഘടനകൾക്ക് മുന്നോട്ട് പോകാൻ ഉദാരമനസ്കരായ ആളുകളുടെ സാമ്പത്തിക സഹായം അനിവാര്യമാണ്. ആശുപത്രികൾക്കും അനാഥാലയങ്ങൾക്കും അനേക സേവന സംഘടനകൾക്കും സംഭാവനകൾ കൂടാതെ നിലനിൽക്കാൻ സാധ്യമല്ല. സംഭാവനയായ ഒരു ചെക്ക് എഴുതാൻ ഏതാനും മിനിറ്റുകൾ മതി. നമ്മുടെ പരിപാടികൾ മാറ്റേണ്ട, അസൗകര്യങ്ങൾ നേരിടേണ്ടതില്ല. നമ്മിൽ നിന്നും തികച്ചും വ്യത്യസ്തരായ ജീവിതമുള്ള ആളുകളുമായി ഇടപഴകേണ്ടതുമില്ല. ഒരു നല്ല കാര്യം ചെയ്തുവെന്ന സംതൃപ്തിയോടെ നമുക്ക് വീണ്ടും ഉടനെ തന്നെ ജീവിതം തുടരാം. പക്ഷേ ആത്മാർത്ഥതയോടെ ഒരാളുടെ വേദന മനസ്സിലാക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ വേണ്ടിവരും. സമയം വേണം, ക്ഷമ വേണം, നമ്മുടെ മുൻഗണനകൾ തന്നെ മാറ്റിവെക്കേണ്ടി വരും. നൽകിയ ഒരു സംഭാവന ഒന്നുമല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാവരുടെയും പോലെ പണം ഞാൻ നൽകിയിട്ടുള്ള അവസരങ്ങളുണ്ട്, അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആവശ്യമുള്ളവരുടെ കൂടെ സമയം ചെലവഴിക്കാനായി എൻ്റെ ജീവിതക്രമം മാറ്റുക, അത് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയണമെന്നില്ല. ഭാഗ്യവശാൽ അനേകം സംഘടനകൾ വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കുന്നുണ്ട്. അവരെ നാം ആദരിക്കുകയും ചെയ്യും, പിന്തുണയ്ക്കുകയും വേണം. എന്നാൽ ലോകമെമ്പാടുമുള്ള അനുഭവങ്ങൾ മറ്റൊന്നും കാണിക്കുന്നുണ്ട്. നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ ചില സംഘടനകൾ പോലും കാലക്രമേണ ലക്ഷ്യം മറക്കുകയോ ഉത്തരവാദിത്വ ബോധം കുറയുകയോ ചെയ്യാം. ചിലപ്പോൾ ഫണ്ട് ദുരുപയോഗം ചെയ്യപ്പെടാം, ചിലപ്പോൾ അത് എത്തേണ്ട ആളുകളിൽ എത്താതെയും പോകാം. നല്ല മനസ്സുകളെ ചൂഷണം ചെയ്യുന്ന ധാരാളം വ്യാജ സംഘടനകളും എല്ലായിടത്തും ഉണ്ട്. എന്നാൽ നമ്മൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ കാര്യങ്ങൾ സ്വന്തമായി കാണാം, ചോദ്യങ്ങൾ ചോദിക്കാം, എന്താണ് ശരിയായി നടക്കുന്നത്, എന്താണ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ സാന്നിധ്യം തന്നെ ഒരു നിശബ്ദ ഉത്തരവാദിത്തമായി മാറുന്നു. നമ്മുടെ ഉദാരത ശരിയായ സ്ഥലത്ത് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ വാക്കിലും ചെക്കിലും ഒതുക്കാതെ ജീവിതത്തിൽ സേവനം പ്രാവർത്തികമാക്കുന്ന പലരെയും നേരിട്ട് പരിചയപ്പെടാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. തമ്പി മാത്യു അതിലൊരാളാണ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം കാണാൻ ഇടയായി. അമേരിക്കയിൽ താൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുക ഉപയോഗിച്ച് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ പോയി നേരിട്ട് നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. അനാഥരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. പല സ്റ്റേറ്റുകളിലും താൻ നടത്തുന്ന സ്ഥാപനങ്ങളിലെല്ലാം സ്ഥിരമായി അദ്ദേഹം പോകുന്നു. സ്വന്തം കുടുംബത്തിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഘട്ടത്തിലും ദീർഘവർഷങ്ങളായി അദ്ദേഹം ചെയ്യുന്ന ഈ നിസ്വാർത്ഥ സേവനങ്ങൾ തികച്ചും വിലമതിക്കാനാവാത്ത മൂല്യമുണ്ട്. വളരെ വിരളമായ ഇതുപോലെയുള്ള സമർപ്പിത ജീവിതങ്ങളെ കാണാനൊക്കും. എൻ്റെ സുഹൃത്ത് മുൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അംഗം ജി വിജയരാഘവൻ ആദ്യം സ്വന്തം വീട്ടിൽ ബധിര വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്കൂൾ നടത്തി. പിന്നീട് കേരള സർക്കാരിലൂടെ ബധിരർക്കായി നിഷ് സ്ഥാപിച്ചു. പ്രതിഫലം ഒന്നും വാങ്ങാതെ അതിന് നേതൃത്വം നൽകി. ഇപ്പോൾ തിരുവനന്തപുരത്ത് 3 സ്ഥലങ്ങളിലായി ഓട്ടിസം സ്കൂള് നടത്തുന്നു. താൻ സ്ഥാപിച്ച് നേതൃത്വം നൽകിയ മറ്റനേകം കമ്പനികളെക്കാൾ, പ്രസ്ഥാനങ്ങളെക്കാൾ ഈ പ്രവർത്തനങ്ങൾ ഹൃദയത്തോട് ചേർന്ന് പിടിക്കുന്നു. കൊച്ചിയിൽ HDFC ബാങ്കിലെ ജോലി രാജിവെച്ച് ജയശങ്കർ ഊർജ എന്ന ഒരു സ്ഥാപനം നടത്തി ഡിസബിലിറ്റി ഉള്ള ചെറുപ്പക്കാരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്നു. ആദർശ് സ്പെഷ്യൽ സ്കൂൾ നടത്തുന്ന PR മഹാദേവൻ, സദനത്തിൽ പാഠശാല എന്ന സ്കൂൾ നടത്തുന്ന ദിലീപും ശാലിനിയും, അങ്ങനെ എത്രയെത്ര സന്മനസ്സുള്ളവർ. അവർക്കൊക്കെ ചെക്ക് എഴുതി കടമ തീർക്കാമായിരുന്നുവെങ്കിലും അതല്ല അവർ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഉൾപ്പെടെ പലരും ഔദാര്യത പ്രകടിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അതുകൊണ്ട് നമ്മുടെ കടമ തീർന്നു എന്ന് നമുക്ക് തോന്നാം. ലൈക്ക് അമർത്താം, ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാം, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് എഴുതാം. പക്ഷേ ഓരോ സ്റ്റോറിയുടെയും റീലിൻ്റെയും പിന്നിലും ഭയങ്ങളും ആരോട് പറയാത്ത വെല്ലുവിളികളുമുള്ള ഒരു വ്യക്തി ഉണ്ട് എന്ന കാര്യം വിസ്മരിക്കരുത്.
ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിലൊന്നാണ് 2018 പ്രളയ സമയത്ത് കേരളത്തിൽ നടന്നത്. അതെ, ധാരാളം സാമ്പത്തിക സഹായം ലഭിച്ചു. പക്ഷേ ഇന്നും ആളുകൾ ആദ്യം ഓർക്കുന്നത് ആരെയാണ്? നമ്മുടെ മത്സ്യത്തൊഴിലാളികളെയാണ്. സ്വന്തം വള്ളങ്ങളുമായി അവർ വെള്ളപ്പൊക്കത്തിലേക്ക് ഇറങ്ങി. അപരിചിതരായ ആളുകളെ വീടുകളുടെ മുകളിൽ നിന്ന് പോലും രക്ഷിച്ചു. സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കി. ആരുടെയും നിർദ്ദേശം കൊടുത്തതുകൊണ്ടല്ല അവർ ചെയ്തത്, എന്തെങ്കിലും സംഘടനയുടെ പേരിലുമല്ല. കൈവശമുണ്ടായിരുന്നത് ഉപയോഗിച്ച് ആവശ്യമുണ്ടായിരുന്നിടത്തേക്ക് അവർ പോയി. പിന്നീട് കേരള സർക്കാർ തന്നെ സമ്മതിച്ചു, ഔദ്യോഗിക രക്ഷാപ്രവർത്തകർ എത്തുന്നതിന് മുൻപ് അനേകം ജീവനുകൾ രക്ഷിക്കപ്പെട്ടത് ഈ സാധാരണ മനുഷ്യരുടെ ഇടപെടലുകൾ കൊണ്ടാണ്. ഒരു ചെക്കിന് ഒരിക്കലും പകരം വയ്ക്കാൻ കഴിയാത്തതാണ് ഈ അനുഭവങ്ങളെല്ലാം തന്നെ. ഈ അനുഭവങ്ങളെല്ലാം വ്യത്യസ്തമാണെങ്കിലും പാഠം ഒന്ന് തന്നെ. നമ്മൾ നേരിട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരാളുടെ പ്രശ്നം നമ്മുടെ ഭാഗമാകും. മറ്റുള്ളവരെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് മാറും. നമ്മൾ അവരോടൊപ്പം നടക്കും. നമ്മൾ അസൗകര്യങ്ങളിലൂടെ പോകേണ്ടി വരും. പക്ഷേ ആ അസൗകര്യങ്ങളാണ് നമ്മളെ മാനസികമായി വളർത്തുന്നത്. സന്നദ്ധ സേവനങ്ങളിൽ പങ്കെടുക്കുന്നത് സഹായിക്കപ്പെടുന്നവരെ മാത്രമല്ല, സഹായിക്കുന്നവരെയും നല്ല രീതിയിൽ മാറ്റുന്നു. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം അർത്ഥവത്തായ സന്നദ്ധ സേവനം ചെയ്യുന്ന വ്യക്തികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം പോലും മെച്ചപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ പലതിനും പണം മാത്രം മതിയാകില്ല. ഒരു വയോധികനായ അച്ഛനോ അമ്മയ്ക്കോ ഭക്ഷണവും മരുന്നും വാങ്ങാൻ പണം മക്കൾ കൊടുത്തിരിക്കാം. വലിയ വീടും സൗകര്യങ്ങളും നൽകിയിരിക്കാം. എന്നാൽ അവരുടെ കൂടെ കുറച്ച് സമയം ഇരിക്കാൻ മകനെയോ മകളെയോ ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് ആരോ കൊടുത്ത പണം കൊണ്ട് സ്കോളർഷിപ്പ് ലഭിച്ചേക്കാം. പക്ഷേ അവൻ വഴികാട്ടിയായ ഒരു അധ്യാപകനെയാണ് തേടുന്നത്. ദുഃഖിതനായ ഒരു അയൽവാസിക്ക് സിമ്പതി കാർഡുകൾ അയച്ചവരെക്കാൾ നിശബ്ദമായി അടുത്തിരിക്കുന്ന ഒരാളെയാണ് കൂടുതൽ ആവശ്യം. ചരിത്രത്തിൽ ഇത് നമ്മെ പഠിപ്പിക്കുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട്. കൽക്കത്തയിലെ മദർ തെരേസ, ആനന്ദവനത്തിലെ ബാബ ആംതെ, മൊളോക്കോയിലെ ഫാദർ ഡാമിയൻ. അവർ പണം നൽകിയില്ല, പകരം അവരുടെ ജീവിതം തന്നെയാണ് പങ്കുവച്ചത്. അവരുടെ സാന്നിധ്യമാണ് ജീവിതങ്ങളെ മാറ്റിയത്. പണം നൽകുക എന്ന എളുപ്പ വഴി തിരഞ്ഞെടുക്കുന്ന ഞാൻ പല ന്യായീകരണങ്ങളും സമർത്ഥമായി കണ്ടെത്തുന്നു എന്ന സത്യം സമ്മതിക്കുന്നു. എനിക്ക് പ്രായമായി, ആരോഗ്യം അത്ര നല്ലതല്ല, ഞാൻ മറ്റുള്ളവർക്ക് ഭാരമാകും, അങ്ങനെ പലതും പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ജീവിതം വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് അവരുടെ ജീവിതം മാറുന്നത്, നമ്മുടെയും. ഈ ആഴ്ച നമുക്കൊരു ചെറിയ ചോദ്യം സ്വയം ചോദിക്കാം. എൻ്റെ ചുറ്റുമുള്ള ആർക്കെങ്കിലും പണമാണോ അതോ എൻ്റെ പണത്തേക്കാൾ കൂടുതൽ എന്നെ തന്നെയാണോ ആവശ്യമുള്ളത്? ഒരു പക്ഷേ പണം വേണമായിരിക്കാം, പക്ഷെ ചിലപ്പോൾ അവർക്ക് വേണ്ടത് എൻ്റെ സമയമായിരിക്കും. ശ്രദ്ധയോടെ അവരെ കേൾക്കാൻ തയ്യാറാകുന്നതാവാം. ഒരു പ്രോത്സാഹന വാക്കായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം മാത്രം മതിയാവാം. പണത്തിന് ഒരു പ്രവർത്തനത്തെ പിന്തുണയ്ക്കാൻ കഴിയും. മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തെ യഥാർത്ഥത്തിൽ സ്പർശിക്കാൻ കഴിയുക കരുതലുള്ള മറ്റൊരു മനുഷ്യന് മാത്രമാണ്. നമസ്കാരം.